പറയുന്നത് എന്റെ ഷോ കാണാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ്. അതല്ലേ എന്നെ ഡിവോഴ്സ് ചെയ്യാതെ കൊണ്ടുപോകും. എത്ര വഴക്കൂടിയാൽ എന്തായാലും ഞാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സാധനം എന്നെ കൊണ്ട് വലിയ ശല്യമാണ് ഞാൻ കൂടെ പോയി കഴിഞ്ഞാൽ. ഞാനിപ്പോ ഇവിടെ വന്നിരിക്കില്ല, 2 ദിവസം ഒരു സ്വസ്ഥമായിട്ടുള്ളൂ. മാക്സിമം മറ്റേ സമ്മാനങ്ങളുമായിട്ട് വരുന്ന അങ്കളാണ് ഞാൻ. പറ്റില്ല, പണി ചെയ്യാൻ പറ്റില്ല. പണിയില് സുജിത്ത് ചെയ്ത ക്യാരക്ടർ, അതായത് മറ്റേ അവസരം പൊട്ടിച്ചു കളയുമെന്ന് പറയുന്ന ആ കൂടെ നടക്കുന്ന ആ ക്യാരക്ടർ എന്നെ വിളിച്ചതാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത റീസൺ ഇതാണ്. 2 പ്രാവശ്യം മറ്റു ഡേറ്റ് മാറിയിട്ട് ഞാൻ ഓഫീസിൽ പ്രശ്നം വരും. അതായത് ഞാൻ ലീവ് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ക്യാൻസൽ ചെയ്യും, വീണ്ടും മാറ്റും. അവിടെ ഒരു ഓസ്ട്രേലിയക്കാരൻ CEO ഉണ്ട്. നമുക്ക് 2 തവണയൊക്കെ മലയാളം സിനിമ ഇസ് നോട്ട് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് 2ാമത് കഴിയുമ്പോൾ ഡോണ്ട് ഗോ ഫോർ മലയാളം സിനിമ. ഈ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സൗഹൃദം എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ശരിക്കും ഏറ്റവും കൂടുതൽ ഇത് കുടുംബശ്രീ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷോ ആണ്. ഇത് നമ്മൾ ബാക്കിയുള്ളവർക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അവരുടെ അടുത്ത് നമ്മളിപ്പം കോട്ടൊക്കെ ഇട്ട് നിന്നാ അവർക്ക് തന്നെ ഒരുമാതിരി ഇത് വരും. ചേട്ടാ ഈ ഇതിന് വേണ്ടിയിട്ട് ഇത് ഒരു നല്ല റെഡ് ഷർട്ടുള്ളൂ, അതുകൊണ്ട് അത് ഇട്ടിട്ട് വന്നേ, അത് മാറ്റാൻ പറയാം ചേട്ടാ, ഒന്ന് പറയൂ എന്ന് ചോദിക്കുമ്പോ ഒക്കെ നമുക്കറിയാം ഇത് ഇതിന്റെ സാഹചര്യം എന്താണെന്നുള്ളത്. ചേട്ടാ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ നല്ല അരിയിൽ ഭക്ഷണം കഴിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരു 10-15 നേർച്ച വെച്ചിട്ടുണ്ട്, ഞാൻ സ്കിപ്പ് അടിച്ച് ഇറക്കുകയാണ്. എനിക്ക് പറഞ്ഞ എപ്പോഴും പറയാം ഇത് ഇത്രയും പെട്ടെന്ന് മാറുന്ന അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യൂലായിരുന്നു. മിക്കവാറും ഈ കൊടുത്തതെല്ലാം തിരിച്ചും പടിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അമ്മയുടെ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അവരൊരു ഇത് ചെയ്യാൻ വേണ്ടിട്ട് സമാധാനത്തിൽ ഒരു പൂജ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ അയാളുടെ ജോലി പോയി. നമ്മുടെ അമ്മ ചെയ്ത ആ പൂജ ചെയ്താൽ പറഞ്ഞു. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. അങ്ങനെ ഒരു സ്റ്റേജ് ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മുടെ ലക്ഷ്മി ചേച്ചിനെ കണ്ടുമുട്ടിയതും. പുള്ളിക്കാരി കണ്ടത്. അതെ, ഡാൻസ് കളിക്കാൻ വന്നു, ഇതാണ് ആള്. പിന്നെ പ്രണയമായി അല്ലേ? ലക്ഷ്മി പിടിച്ചു. 12th പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഓക്കെ, അത്രയും ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടല്ലേ നിങ്ങൾ? എനിക്കും അവളും തമ്മിൽ 7 years ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ പിടിച്ചു, പിന്നെ കല്യാണം ഒക്കെ കഴിപ്പിച്ചു. കല്യാണം കഴിപ്പിച്ചത് പിന്നെ വെച്ച് താമസിപ്പിക്കില്ല, വീട്ടിൽ പിടിച്ചു. ഈ പ്രണയം വീട്ടില് ഫസ്റ്റ് എങ്ങനെ അമ്മയോടൊക്കെ പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? എന്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്റെ വീട്ടില് പറഞ്ഞ പോലെ നമ്മളിപ്പോ മറ്റേ മൂത്ത മകൻ ഏർണിംഗ് മെമ്പർ ഒക്കെ ആയതുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞു നിൽക്കാലോ. അപ്പൊ ഈ പറയുന്ന പോലെ അവരുടെ വീട്ടില് അമ്മ മാത്രം സിംഗിൾ മദറാണ്. അപ്പോ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതന്നെയാണല്ലോ, നമ്മള് മീഡിയയിലാണല്ലോ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻസും കാര്യങ്ങളും. പക്ഷെ എന്നെ പരിചയപ്പെട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പം അമ്മ ഓക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി ചേച്ചി ലൈക്ക് ഒരു ഇന്റർവ്യൂല് പറയാനായിട്ടുണ്ട്, ഇറ്റ്സ് എ സിംഗിൾ പാരന്റ്, പപ്പയില്ല അമ്മ തന്നെയാണ് വളർത്തിയത്. അപ്പം എന്റെ മോൾ അത് അനുഭവിക്കരുത്, ഒരു അപ്പന്റെ സ്നേഹം ഇല്ലാണ്ട് വളരരുത്. എത്ര വഴക്കൂടിയാൽ എന്തായാലും ഞാൻ ഡിവോഴ്സ് എന്ന് പറഞ്ഞ സാധനം ഞാൻ വിട്ടു പോവില്ല, അത് ഓർത്ത് സന്ദോഷിക്കുകയും വേണ്ട. ആ ടാഗ് ലൈനോട് എന്താണ് പറയാനുള്ളത്? അല്ല അതെന്താന്ന് വെച്ചാൽ അല്ലെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ പറയുന്നതെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ മുകളില് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ 2 ഇൻഡിവിജ്വൽസ് 2 വീട്ടിൽ വളർന്നു വന്ന് നമ്മള് പല ആൾക്കാരുടെ ഇൻഫ്ലുവൻസിലാണ് നമ്മളെല്ലാവരും. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് തന്നെ വലിയ വ്യത്യാസം ഉണ്ടാവും, നമ്മൾ എഴുന്നേൽക്കുന്ന സമയങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങൾക്ക് വ്യത്യാസം ഒക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെയൊക്കെ മുകളില് ഇഷ്ടമുണ്ടെങ്കിൽ, അതായത് ഇതൊരു ഹെയ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രയാസമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിറ്റസ്റ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുമിച്ച് പോകുന്നത് 2 കൂട്ടരോടും ചെയ്യുന്നത് മോശമാണ്. പക്ഷെ ഇതിനൊക്കെ മുകളിൽ ഇഷ്ടമുണ്ട്, നമുക്ക് അത്രയും നല്ല സെലിബ്രേറ്റ് ചെയ്ത മൊമെന്റ്സ് ഉണ്ടെങ്കിൽ, അതാ നമ്മുടെ ഇഷ്ടം എന്ന് പറയുന്നത് അതിലാണല്ലോ. നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നുള്ള മൊമെന്റ്സിൽ എങ്ങനെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതാണല്ലോ നമ്മുടെ അതിനുള്ള ആകെയുള്ള അളവ് പോലെ അതല്ലേ ഉള്ളൂ. അപ്പൊ ആ സമയത്തുള്ള ഇഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ ആ അളവ് പോലെയുള്ള വ്യത്യാസം വരാം. പക്ഷെ ആ മൊമെന്റ്സ് നമ്മളെ ഇപ്പോഴും സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. അത് പക്ഷെ അപ്പോഴേ പറ്റൂല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഈസിയുമാണല്ലോ. നമുക്ക് ഇതെല്ലാം ഈ പറയുന്നില്ലേ, ലൈഫ് കൊണ്ടുപോകുന്നല്ലേ ഏറ്റവും ബുദ്ധിമുട്ട്, മരിക്കാൻ എളുപ്പമുള്ളൂ. നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഫൈറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും കോംപ്രമൈസ് ചെയ്യാൻ? ഞാൻ തന്നെ പോണ്ടി വരും, അല്ലെങ്കിൽ ഭയങ്കര പണിയാകും, വിശക്കും. റിയാക്ഷൻ എങ്ങനെയാണ്? അല്ല അത് ബേസിക്കലി ഇത് പോയി ചെന്ന് മിണ്ടി കഴിഞ്ഞാൽ
മൂന്നാമത്തെ എന്തെങ്കിലും ഡയലോഗിൽ ചിരിച്ചാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് സോൾവ് ആവുന്നില്ലല്ലോ. ഇപ്പോഴും ഞാൻ അതാ പറഞ്ഞത്, നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആ ഇനിഷ്യേറ്റീവിന് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. ആ റെസ്പോൺസ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു. അല്ലെ, ഇപ്പൊ ഇഷ്ടം എന്ന് പറഞ്ഞ സംഭവത്തിനോട് നിങ്ങളുടെ റീൽസിൽ തന്നെ അത് ഭയങ്കര റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. കാരണം മിഥുൻ ചേട്ടന്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഓരോ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഓരോരോ ഇൻട്രസ്റ്റിംഗ് റീലാണ് കാണുന്നത്. ഒരു പ്രാവശ്യം ക്യൂബ്സ് ഓപ്പൺ ചെയ്യണേ, എനിക്ക് അടുത്ത പ്രാവശ്യം സോളോ ട്രിപ്പ് വരെ തന്നിട്ടുണ്ട്. സോളോ ട്രിപ്പ് ആംസ്റ്റർഡാമിലുണ്ട്. അതെ, ഫേവറേറ്റ് പ്ലേസ്. അതിനെ കുറിച്ച് എന്താണ്? പക്ഷെ മിക്ക ഭാര്യമാർ അങ്ങനെ സോളോ ട്രിപ്പ് പോവണ്ട എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതില് ഈ സോളോ ട്രിപ്പ് എന്ന് പറയുന്നതിനകത്തുള്ളതെന്ന് വെച്ചാല് ഈ വലിയ ഹാപ്പി ആയിട്ട് എനിക്ക് തന്നിട്ടുള്ളത്. എന്നെ കൊണ്ട് വലിയ ശല്യമാണ് ഞാൻ കൂടെ പോയി കഴിഞ്ഞാൽ. ഞാൻ രാവിലെ എണീക്കും, എണീറ്റ് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും, ചിജുവിനാണേലും തൻവിക്കാണേലും രണ്ടുപേർക്കും പുതച്ചു മൂടി കിടന്ന് ഒരു നമ്മൾ ആലോചിച്ചു, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇറങ്ങി നടന്ന് കറങ്ങിയൊക്കെ വേണ്ടേ ആഗ്രഹം. അപ്പൊ പക്ഷെ ഇവര് പുതച്ചു മൂടി കിടന്നൊരു വെക്കേഷന് വന്നേക്കല്ലേ, ഇനിയെങ്കിലും രാവിലെ എണീക്കണമെന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. അപ്പൊ ഒരു 9:30-10 മണിവരെയൊക്കെ കിടന്ന് റിലാക്സ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പോയി താഴെ പോയി കഴിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് അവർക്ക് ഇഷ്ടം. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കോൺസെപ്റ്റ് അതാ. എനിക്ക് പക്ഷെ അങ്ങനെയല്ല, എനിക്ക് രാവിലെ എണീറ്റ് രാവിലെ പോയി എവിടെയെങ്കിലും ഒക്കെ പോയി സൺറൈസ് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ള ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോ എന്റെ കൂടെ ട്രാവൽ ചെയ്യണ അവർക്ക് ദുരിതമാണ്. ഞാൻ രാവിലെ എണീറ്റ് ലൈറ്റ് ഇടും, അപ്പുറത്ത് ബാത്റൂമിൽ പോയി തട്ടിയും മുട്ടിയും ബഹളമൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉറക്കം പോകും. ഇവര് ആ സമയത്ത് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നിരിക്കില്ല, 2 ദിവസം ഒരു സ്വസ്ഥമായിട്ടുള്ളൂ. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യം എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നിയത്. അപ്പൊ ഇതെല്ലാം ഓടി നടന്ന് ചെയ്യണമെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അവിടെ ചേച്ചി കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം നോക്കിയും കണ്ട് നടത്തില്ലെങ്കിൽ യു ഹാവ് ടെൻസ്ഡ് അല്ലേ? ഇതില് ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ വഴക്കുണ്ടായാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ടെൻഷൻ ഇല്ലേ. ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ കോംപ്രമൈസ് എന്ന് പറയുന്ന സാധനത്തിനേക്കാൾ അതിനകത്ത് എന്താ അണ്ടർസ്റ്റാൻഡിങ് ആണ്. കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് എന്തായാലും തോറ്റു കൊടുക്കണമല്ലോ. അത് നമ്മൾ മറ്റേ വഴക്ക് തീർന്നു കഴിയുമ്പോൾ പോയി കോംപ്രമൈസ്. പക്ഷെ ഇത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പിന്നെ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴും ഓടി നടക്കാൻ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഫാമിലിക്ക് നമുക്ക് സമയമുണ്ട്. നമ്മളിപ്പോ ഒരു ദിവസം രാവിലെ ഷോ കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് യാത്ര ചെയ്ത് നാളെ പോയിട്ട് നാളെ വൈകുന്നേരം എനിക്ക് അവിടെ ഇവന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഞാൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നാളെ വൈകുന്നേരം പോയിട്ട് അവരെയും കൊണ്ട് പുറത്തു പോകാൻ തയ്യാറാവാൻ പറ്റാത്ത. പക്ഷെ ആ പോകുന്ന സമയത്തില്ല, 2 ദിവസമായിട്ട് പിന്നെ യാത്രയാണ്, ഇന്ന് നമുക്ക് പുറത്തൊന്നും പോകണ്ട, ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഇരിക്കാം, റിലാക്സ് ചെയ്യാം എന്ന് പറയുന്നതും ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാവുന്നത് നമുക്ക് ഭയങ്കര സൊലൈസ് ആണ്. നമ്മൾ കാമായിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്താനും ഒക്കെ ഇതായിട്ട് ഭയങ്കര സൊലൈസ് ആണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തൊരു അസുഖം വന്നാൽ തന്നെ നമുക്ക് ടെൻഷൻ വരില്ലേ. കാരണം നമ്മൾ പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മളിതാ. പക്ഷെ ഇത് അറിയിക്കാതെ കൊണ്ടുപോകുന്നതിലും തൻവിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി നോക്കിക്കോളും നമുക്ക് അറിയാന്നുള്ളതുകൊണ്ടാണല്ലോ ഇത്. സത്യം. ഓക്കെ, ഈ ഹിറ്റ് എഫ്എമ്മിൽ ജോയിൻ ചെയ്തപ്പം അല്ലെങ്കിൽ ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം അഭിനയമോഹം ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഒരു 7 വർഷമൊക്കെ കാത്തിരുന്നു, ഇനി എന്നെ വിളിക്കും എന്നുള്ള ഒരു ചെറിയൊരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പൊ അതിനുശേഷം ഇപ്പം എന്തെങ്കിലും മൂവീസ് വരുമ്പോ ഡേറ്റ് ക്ലാഷസ് മൂലം കുറെ മൂവീസ് പോയിട്ടുണ്ട് ചേട്ടൻ്റെ. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ മികച്ച നടന്മാരുടെ ഒരു ബാഹുല്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു അത്യാവശ്യമൊന്നുമല്ലല്ലോ. പിന്നെ റോളിന് പണ്ടാണെ ചതിയൻ വില്ലൻ എന്ന് പറഞ്ഞു എന്നെ വിളിക്കാം, പ്രവാസിയാണ് എന്നെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. കൂടുതലും സൗഹൃദങ്ങളും അല്ലെങ്കിൽ നമ്മളുമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സുമാണ് പലപ്പോഴും വിളിക്കാറ്. അതായത് വർക്ക് ചെയ്തിട്ടുള്ളപ്പോൾ ഭയങ്കര ഇതുള്ള ആൾക്കാരാണ് എപ്പോഴും കൂടുതൽ വിളിക്കാറ്. പിന്നെ സൗഹൃദങ്ങൾ, അതായത് ഇപ്പം സിനിമ എന്ന് പറയുന്ന സാധനം സ്വപ്നം കണ്ടടക്കം നമ്മുടെ കൂടെയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവര് തുടങ്ങുമ്പോൾ അല്ലെ അവരുടെ കൂടെ നിൽക്കുന്നതിനൊക്കെയാണ് മിക്കവാറും വിളിക്കാറ്. അപ്പൊ എനിക്ക് ജോജുവിന്റെ പടം ചെയ്യാൻ പറ്റില്ല, പണി ചെയ്യാൻ പറ്റില്ല. പണിയില് സുജിത്ത് ചെയ്ത ക്യാരക്ടർ, അതായത് മറ്റേ അവസരം പൊട്ടിച്ചു കളയുമെന്ന് പറയുന്ന ആ കൂടെ നടക്കുന്ന ആ ക്യാരക്ടർ എന്നെ വിളിച്ചതാണ്. അത് എനിക്ക് ചെയ്യാൻ പറ്റാത്ത റീസൺ ഇതാണ്. ഒന്ന്, ജോജു അങ്ങനെ അത്രയും കൺസീവ് ചെയ്ത് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പൊ ജോജു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡറിലാണ് അത് ഷൂട്ട് ചെയ്തത്, ഭയങ്കരമായി ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എന്റെ ഒരു 20 ദിവസം എന്തായാലും വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം 20 ദിവസത്തിന്റെ പോയി ചെന്ന് ലീവ് സംസാരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് ഉള്ളതുകൊണ്ട് നമ്മൾ ലീവ് എടുക്കുമ്പോൾ ഈ 20 ദിവസം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നമുക്കൊരു 15 ദിവസം മതിയാവും. 15 ദിവസത്തെ ലീവ് മതി. അപ്പൊ 15 ദിവസത്തെ ലീവ് പോയി സംസാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ സിനിമയാണ്, സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ജോജു പറഞ്ഞാ ഞാൻ ഡേറ്റ് കുറച്ച് മാറ്റേണ്ടി വരും, കാരണം തമിഴ് പടവും ഇതൊക്കെ ആയിട്ട് ജോജുവിന്റെ ഡേറ്റ് ക്ലാഷ്. ജോജു ഡേറ്റ് മാറ്റി. കാരണം ബാക്കിയുള്ള ഒരു ആർട്ടിസ്റ്റിനും ഈ പ്രശ്നമില്ല. കാരണം അതിനകത്ത് അഭിനയിച്ചതിൽ എനിക്ക് തോന്നുന്നു പ്രശാന്തോ അല്ലെങ്കിൽ ഇവരോ സുജിത്തും ഒക്കെ ആയിരിക്കും കുറച്ചൊരു ഡേറ്റ് ക്ലാഷ് വരാൻ സാധ്യതയുള്ളൂ. ബാക്കിയെല്ലാം ജോജു തന്നെ
ജോജുവിന്റെ ഒരു ടീം പോലെ അവിടെ പോലെ സെറ്റ് build ചെയ്ത് ചെയ്ത്, കൊണ്ടുവന്ന അതെ. എല്ലാം പുതിയ ആൾക്കാരും അതെ, ഒക്കെയാണല്ലോ. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 പ്രാവശ്യം മറ്റോ ഡേറ്റ് മാറിയപ്പോൾ ഞാൻ പറഞ്ഞു, എടാ എനിക്ക് ഓഫീസിൽ പ്രശ്നം വരും, കാരണം ഇത് ഞാൻ ലീവ് ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ക്യാൻസൽ ചെയ്യും, വീണ്ടും മാറ്റും. അവിടെ ഒരു ഓസ്ട്രേലിയക്കാരൻ CEO ഉണ്ട്, ഇപ്പൊ അദ്ദേഹം ഇല്ല, ഇപ്പം അദ്ദേഹം മാറി പുതിയ ആൾ വരിക. അപ്പം CEO ഉണ്ട്. അപ്പൊ പുള്ളിയുടെ അടുത്ത് നമുക്ക് 2 തവണയൊക്കെ മലയാളം സിനിമ ഇസ് നോട്ട് റൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മലയാള സിനിമ ചേഞ്ചസ് ഡേറ്റ്സ് ലൈക്ക് എനിത്തിങ് ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയാം. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് 2 കഴിയുമ്പം ഡോണ്ട് ഗോ ഫോർ മലയാളം സിനിമ. ഇപ്പം ജോജു ചേട്ടനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ സെവൻസ് തുടങ്ങിയപ്പോഴത്തെ തൊട്ടുള്ള അതിന് മുമ്പേ ഉണ്ട്. പക്ഷെ സെവൻസ് ആണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഞാനും ജോജു അടുക്കണതിന്റെ കാരണം. അത് ജോജുവിന്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞു, ഞാൻ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്, ഈ പറഞ്ഞ പോലെ ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ തൊട്ടുള്ള ഒരു വളർച്ച ഉള്ളതുകൊണ്ട് തന്നെ ഈ സിനിമയില് നമ്മൾ ഹൈറാർക്കി ഇല്ല എന്ന് എത്ര പറഞ്ഞാലും ഹൈറാർക്കി ഉള്ള ഒരു സ്ഥലമാണ്. അതിനകത്ത് ഈ പറയുന്ന പുതിയ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ഈ സൈഡ് ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന വാല്യൂ എല്ലാ മെയിൻ ആർട്ടിസ്റ്റിനും കൊടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇതെല്ലാം അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മളെല്ലാം കണ്ടിട്ടുള്ളതുമാണല്ലോ. അപ്പോൾ ജോജുവിന് അവിടെ കിട്ടിയിട്ടുള്ള, ഇപ്പം ഞാൻ പറഞ്ഞ ജോജു ഇതായിട്ട് വരുമ്പോൾ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിലല്ല എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് പലപ്പോഴും ഉള്ളത്. പക്ഷെ നമുക്ക് അത്രയും വർഷമായിട്ട് അറിയാന്നുള്ളത് നമ്മൾ കൂടെ ഇത് ചെയ്യാനുള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ ഒരുമിച്ച് നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് വന്നു. അന്ന് ആസിഫ് ചാക്കോച്ചനൊക്കെ ഉണ്ട് ആ പടത്തില്, നിവിനുണ്ട്. അപ്പോ ഇവരെല്ലാരും, അതേസമയം ചാക്കോച്ചനും ആസിഫ് അപ്പോഴേ സ്റ്റാർസ് ആണ്, നിവിനും നമ്മളൊക്കെ ഒരു മറ്റേ ഇത് തന്നുള്ളൂ. അപ്പൊ അങ്ങനെ അപ്പൊ എല്ലാവരും ഒരു ഗ്യാങ് പോലെ ആയി. ആസിഫും ഒക്കെ എല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ഗ്യാങ് പോലെ. ചാക്കോച്ചൻ പിന്നെ അറിയാലോ എല്ലാവരുമായിട്ടും അത്രയും അടുപ്പമുള്ള, അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണത്. ഈ അപ്സ് ആൻഡ് ഡൗൺസിൽ കൂടെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സൗഹൃദം എന്ന് പറയുന്ന സംഭവം ഉള്ളത് ശരിക്കും ഏറ്റവും കൂടുതൽ. അത് ഞാൻ ഈ പലപ്പോഴും ഈ പറഞ്ഞ എല്ലാവരിലും കണ്ടിട്ടുള്ളതാണ്. ഈ ഞാൻ പറഞ്ഞ ടൊവിയുടെ ആയാലും മഞ്ജുച്ചിയുടെ കാര്യത്തിലായാലും ചാക്കോച്ചിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു സംഭവം എടുത്തു പറയണം. നീരജ് ഒക്കെ അങ്ങനത്തെ ഒരു സൗഹൃദമുള്ള ആൾക്കാരാണ്. ഇപ്പം നാട്ടില് അന്നത്തെ ടൈമില് ഇപ്പൊ പപ്പ പോലീസ് സർവീസിലായതുകൊണ്ട് തന്നെ ഒരു ഗവൺമെന്റ് സീറ്റ് ഉറപ്പാണ്. അതെ, ലീവ് എടുത്ത് ദുബായിക്കാര് എന്തുണ്ട് ഇപ്പത്തെ എല്ലാരും എങ്ങനെങ്കിലും PSC എഴുതി ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാവാൻ സമയം. ഞാൻ ആദ്യം ഇത് എടുത്ത് പോകുമ്പോ ഞാൻ വിചാരിച്ചു ലീവ് എടുത്ത് പോകുന്നു. ഞാൻ അവിടെ എത്തിയിട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു ഷാബുമായിട്ട് സംസാരിച്ചു. നമ്മുടെ അവിടുത്തെ ന്യൂസ് പ്രസന്റർ പറഞ്ഞു വെച്ചാൽ നീ ചെയ്യണ ക്രൂരത, കാരണം വേറെ ആളുടെ പോസ്റ്റാണ്, ലീവ് വേക്കൻസിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2ാമത് വന്നിട്ട് റിന്യൂ ചെയ്യാനായിട്ട് അമ്മയ്ക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ, അച്ഛന്റെ പേര് കിട്ടിയ ജോലിയല്ലേ. അപ്പൊ അമ്മ പറഞ്ഞല്ലോ മക്കളെ അതെന്തിനാ അച്ഛന്റെ പേര് കിട്ടിയ ജോലിയല്ലേ. അപ്പൊ ഞാൻ അമ്മയുടെ പറഞ്ഞാൽ അമ്മ പോയി ഇരിക്കും ജോലിക്ക്, കാരണം എനിക്ക് ഒരു ഡെസ്ക് ജോബ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഇത് ചെയ്തിട്ട് 2ാമത് വന്നപ്പോ നമ്മൾ എഴുതി കൊടുത്തു നമുക്കിനി ഇത് വേണ്ട, അതായത് ഞാൻ ഇതിന്ന് മാറുകയാണെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. കാരണം അതിനകത്ത് പിന്നെ വേറെ ഒന്നും കിട്ടാനൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയി ജോലി ചെയ്ത് എത്രയോ ദിവസം നിന്നാൽ മാത്രമേ പെൻഷൻ പോലും കിട്ടുള്ളൂ. ദുബായിൽ ചെന്നിട്ട് എന്തോ പോലീസ് സർവീസിൽ എന്തോ ജോയിൻ ചെയ്തു, അത് ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഞാൻ നാട്ടിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണ്. ദുബായ് പോയിട്ട് ഇടയ്ക്ക് വെച്ച് ലീവ് എടുത്ത് അവിടെ നിന്ന് വന്നിട്ടാണ് എഴുതി കൊടുത്ത് ലീവ് കൊടുത്തത്. ഓക്കെ. ഇപ്പം സ്ഥിരമായിട്ട് ഞങ്ങൾ പ്രേക്ഷകരുടെ ശബ്ദത്തിലൂടെ ഇഷ്ടപ്പെട്ടിരുന്ന ആളെ ഞങ്ങളെ എല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിച്ച കോമഡി ഉത്സവം അല്ലെ, അതൊരു ബ്രേക്ക് ത്രൂ തന്നെയായിരുന്നു. എന്താ പറയാ, അത്രയും നാളത്തെ ഒരു ആങ്കർ എന്നൊരു പാറ്റേൺ മാറി, സംസാര രീതി വേറെ ഡിഫറെന്റ് ആയിരുന്നു, ഇൻക്ലൂഡിങ് കോസ്റ്റ്യൂം ഓൾസോ. നമ്മളെല്ലാവരും ഇപ്പൊ എനിക്കൊക്കെ ടെലിവിഷൻ ഹോസ്റ്റ് ആകണം എന്നൊക്കെ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ ആങ്കറിന്റെ അൾട്ടിമേറ്റ് ദ എൻഡ് ഇസ് ടെലിവിഷനിൽ പോയാൽ നമ്മൾ ആങ്കർ ആയി പൂർത്തിയായി ഒരു ചിന്താഗതി എപ്പോഴും ഉണ്ട്. എന്ന് വെച്ചാൽ അതിന്റെ എൻട്രി ലൈക്ക് നല്ല കളർഫുൾ ഡ്രസ് ഇട്ട് കറങ്ങുക, കേറി വരുന്നു, ഡാൻസ്, പൂത്തിരി കത്തിക്കല്, അങ്ങനെയൊക്കെയാണ് ആങ്കറിന്റെ മനസ്സിലായി. പക്ഷെ കോമഡി ഉത്സവം എൻറ്റയർലി ഡിഫറെന്റ്, ഇൻക്ലൂഡിങ് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഡൗൺ ആയിട്ട് വന്നത്. മിഥിലാജിന്റെ കോൺസെപ്റ്റ് ആണ്, ഡയറക്ടർ മിഥിലാജ് ആണ് അത്. അങ്ങനെ ഒരു ചിന്ത വന്നത് മിഥിലാജിനാണ്. അതായത് മിഥിലാജ് പറഞ്ഞത് നമ്മള് പണ്ട് കളിയാക്കി പറയുന്നത്, നമ്മൾ പറയും ഇത് കുടുംബശ്രീ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷോ ആണ്, ഇത് നമ്മൾ ബാക്കിയുള്ളവർക്കും നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇതായിട്ടായിരിക്കും നമ്മൾ ആ രീതിയിലായിരിക്കും പോവുക. നമ്മളെ കുടുംബശ്രീക്കാരെ പോലെ തന്നെയായിരിക്കും നമ്മളെല്ലാം ഇത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മൾ അത്രയും സാധാരണക്കാര് എന്നുള്ള രീതിയിലാണ് പറയുക. നമ്മൾ അവരെ ഒരുമിച്ചായിരിക്കും നമ്മൾ ഇത് ചെയ്യുന്നുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ അവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ അടുത്ത് നമ്മളിപ്പം കോട്ടൊക്കെ ഇട്ട് നിന്നാൽ അവർക്ക് തന്നെ ഒരുമാതിരി ഇത് വരും. ഞാൻ ചില ആൾക്കാരൊക്കെ പറഞ്ഞു, അപ്പം എൻ്റെ അടുത്ത്
പറഞ്ഞിട്ടുണ്ട് ഈ ഇതിന് വേണ്ടിയിട്ട് ചേട്ടാ ഇത് ഒരു നല്ല റെഡ് ഷർട്ടുള്ളൂ അതുകൊണ്ട് അത് ഇട്ടിട്ട് വന്നേ, അതും അപ്പൊ ചിലപ്പോ നമുക്ക് കളറ് അവിടെ പ്രശ്നം ഉണ്ടാവുമല്ലോ, അപ്പൊ അത് മാറ്റാൻ പറയാം ചേട്ടാ ഒന്ന് പറയൂ എന്ന് ചോദിക്കുമ്പോ ഒക്കെ നമുക്കറിയാം ഇതിന്റെ സാഹചര്യം എന്താണെന്നുള്ളത്. ചിലർ ഞാൻ പറഞ്ഞ നമുക്ക് അറിയാത്ത ഒരു വിഭാഗം, നമുക്ക് അറിയാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഇഗ്നോർ ചെയ്ത നമ്മളല്ലെങ്കിൽ ഈ സാധനം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വിഭാഗം ഉണ്ടെന്ന് നമ്മൾ അറിയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ അടുത്ത് ഒരാൾ അവിടെ നിന്ന് നമ്മുടെ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് തിരിച്ചു വന്നപ്പം പറഞ്ഞു വെച്ചാൽ ചേട്ടാ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഞാൻ നല്ല അരിയിൽ ഭക്ഷണം കഴിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു, അങ്ങനെയുള്ള ആൾക്കാരെ പലരെയും കലാകാരന്മാരാക്കാൻ കഴിഞ്ഞുള്ളൂ. അതായത് കലാകാരന്മാരാക്കാൻ കഴിഞ്ഞു പറഞ്ഞാൽ അവര് കലാകാരന്മാരായിരുന്നു, അവർക്കൊരു മെയിൻ സ്ട്രീമും അവർക്കൊരു സ്റ്റേജും വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് ഞാൻ കണക്കാക്കണേ. അതിന്റെ തന്നെ പ്രശ്നവും ഞാൻ അറിഞ്ഞിട്ടുള്ളത് കോവിഡിന്റെ ടൈമിലാണ്. കോവിഡിന്റെ ടൈമിൽ ഇവരെല്ലാം സാധാരണ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. ഇവര് കലാകാരന്മാരെ ഇവർക്ക് നാട്ടിലൊരു വില വന്നു, അംഗീകാരം വന്നു കഴിഞ്ഞപ്പോ ഇവർക്ക് കോവിഡിന്റെ ടൈമില് ഇപ്പോ ടയർ ഇത് ചെയ്തിരുന്ന ആള് പിന്നീട് ഭയങ്കര പാട്ടുകാരനായപ്പോ തിരിച്ച് ആ ജോലിക്ക് പോലും പോകാൻ പറ്റില്ല. അവര് ഓൾറെഡി അവിടെ നാട്ടില് നല്ല പേരെടുത്ത ഇതായിട്ട് അപ്പൊ അവർക്ക് തിരിച്ചു നിന്നിട്ട് പിന്നെ ടയറിന് പണി എടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ പുള്ളി പറഞ്ഞ മറ്റേ വീട് പണിയുടെ ഇതിന്റെ പൈസ ഇടാൻ ആൾക്കാര് എവിടെ നിർന്ന പൈസയാണെന്ന് ചോദിക്കില്ലല്ലോ കേട്ടാന്നാണ് പറയുന്നത്. അത് അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പൊ അതേ പറഞ്ഞേ കലാകാരന്മാരാവുന്നതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഞാൻ വളരെ കൃത്യമായി കണ്ടിട്ടുള്ളത് കോമഡി ഉത്സവത്തിലാണ്. അവിടുന്ന് ഏതെങ്കിലും കലാകാരന്മാർക്ക് ദുബായിലേക്ക് ഷോ അങ്ങനെ നമ്മുടെ ഹോൾ ഈവൻ നമ്മുടെ ഫസ്റ്റ് ഈ പറയുന്ന പല ഷോസും നമ്മള് ആ കാലഘട്ടം നമ്മള് മാർക്കറ്റിംഗ് ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലായിരിക്കും. പക്ഷെ എന്തായാലും എന്താ വെച്ചാൽ നമ്മൾ അന്നൊരു പരിപാടി ചെയ്തിരുന്നു. നമ്മള് ഉദ്ഘാടനം ഒരു പാക്കേജ് ആക്കി കൊടുത്തിരുന്നത് എന്താന്ന് വെച്ചാൽ ഞാനും മിഥിലാജും നമ്മളൊരു ഹോൾ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോ നമ്മൾ അവിടുത്തെ അൽമദീനയൊക്കെ ഇനോഗ്രേഷൻ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പേര് വരും. അപ്പൊ നമുക്ക് ബേസിക്കലി വെച്ചാൽ ഞാൻ അവിടെ ഉണ്ട്, ബാക്കിയുള്ളവർക്ക് ആർക്കും ബിസിനസ് ക്ലാസ് ടിക്കറ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ. നമ്മുടെ ഇപ്പൊ മറ്റേ സാധാരണക്കാരാണ്. അപ്പൊ അവരെല്ലാം വരുന്ന ഇവരുടെ ഫസ്റ്റ് ഷോ ആയിരിക്കും. അപ്പൊ ഇവരെല്ലാരെയും കൊണ്ടുവന്ന് നമ്മൾ ദുബായിൽ ഷോ ചെയ്യും. എന്നിട്ട് ഇവര് നിൽക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ അവിടുത്തെ അസോസിയേഷനുകളിലും ഇതിലൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് എല്ലാവർക്കും ഒരു 3-4 ഷോ ആ സമയത്തുണ്ട്. അവിടെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ആൾക്കാരെല്ലാവരോട്ടും ഞാൻ ടച്ചാണ്. അപ്പൊ അവരെല്ലാരും ഈ പറയുന്ന പോലെയാണ് ഇങ്ങനെയുള്ള കലാകാരന്മാരെ കൊണ്ടുവരാനൊരു മനസ്സുണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് ഫസ്റ്റ് ഷോസ് പലരുടെയും നമുക്ക് അവിടെ നടത്താൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഇപ്പൊ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സഹായിച്ചവരുടെ സഹായിച്ചിട്ടുണ്ടെന്നില്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ സഹായിച്ചത് നമ്മൾ അതിന്റെ ഒരു കോഴ്സ് ഓഫ് ഇതിൽ വന്നതായിരുന്നു. ജോലികൾ ഇല്ലാത്തവർക്ക് ജോലികൾ മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് കുറെ പണി കിട്ടി. ആര് ജോലിയില്ല ദുബായിലാണോ അത് അന്വേഷിക്കാനുള്ള ഒരു മനസ്സ് മിഥുൻ ചേട്ടനുണ്ടല്ലേ? ഇത് മിക്കവാറും ഈ പറഞ്ഞ പോലെയാണ്. നമ്മൾ ഈ അറിയാവുന്ന ആളായതുകൊണ്ട് പലപ്പോഴും ആൾക്കാർ വന്നാൽ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറയാലോ. മിക്കവാറും ഈ കൊടുത്തതെല്ലാം തിരിച്ചും പണിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അത് ഓരോരുത്തരുടെ സാഹചര്യമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ RTL അവിടെ ഉള്ള ഒരു മറ്റേ ഇപ്പൊ പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ വന്ന അനുഭവം പറയാം. ഈ ഒരാൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തു. അവിടെ RTL നമ്മുടെ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഒരു സ്ഥാപനമാണ്, അവരുടെ ഒരു ടെസ്റ്റിംഗ് സെന്റർ. അപ്പം ഈ പുള്ളി വന്നതിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു ഒത്തിരി അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ഇപ്പോഴും കമ്മിങ് ഔട്ട് ഓഫ് ദ ക്ലോസറ്റ് ആവാത്ത ഒരു ഇതായിട്ടുള്ള ഒരാളാണ്. അപ്പം പുള്ളി ഒരുപാട് നമുക്കറിയാലോ, ഒരുപാട് നമ്മുടെ ആൾക്കാരുടെയും പലരുടെയും നേച്ചർ വെച്ചിട്ട് കളിയാക്കലുകളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ പുള്ളി ജോലി ചെയ്യാൻ ചെല്ലുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നു. അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേട്ടാ എനിക്കൊരു ഇങ്ങനെയാണ്, അപ്പൊ ഇതാണ് ഞാൻ അക്കൗണ്ട്സ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തു. അപ്പൊ നമ്മുടെ ഈ നമ്മുടെ ഫ്രണ്ട് സുധി എന്ന് പറഞ്ഞിട്ട് സുധിയെ വിളിച്ചു പറഞ്ഞു. സുധി പറഞ്ഞു നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ കയറി. പുള്ളി ഇതെല്ലാം ഓക്കെ ആയി, പക്ഷെ പുള്ളിയുടെ ജോലിയും കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പുള്ളി ഒരു ദിവസം രാവിലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാർ അവിടെ ആയാലും കളിയാക്കലുണ്ടാവില്ല, ഒരു ദിവസം രാവിലെ എല്ലാ രീതിയിൽ എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയാതെ പൂക്കളഞ്ഞു. അവിടത്തെ അക്കൗണ്ട്സ് മുഴുവൻ എൻട്രി ചെയ്തിട്ടില്ല, ഇതിന്റെ പൈസ എവിടെയെന്ന് കണക്കില്ല, ഇതില്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പ്രശ്നത്തിലായി, കാരണം പുള്ളി പറഞ്ഞിട്ട് കൊടുത്ത ജോലിയല്ലേ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നമ്മള് ചില ജുവലറിയില് ഇപ്പൊ നമ്മള് പറഞ്ഞിട്ട് കയറിയ ആൾക്കാര് ഈ ജുവലറികളുടെ ഇടയിലുള്ള ഒരു മത്സരം അറിയാലോ. അപ്പൊ എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം നമ്മൾ മറ്റേ ജുവലറിയുടെ ഇതിൽ പോകുമ്പോൾ അവിടെ ഉണ്ടാവും. അപ്പൊ നീ ഇവിടെ അപ്പൊ ഇനി ആ ജുവലറിയിലോട്ട് പോണ്ട എന്നുള്ള
ഈ കോമഡി ഉത്സവം പ്ലാൻ ചെയ്തപ്പോ തന്നെ ആ ഷോ പ്രൊഡ്യൂസറിന്റെ മനസ്സിൽ മിഥുൻലാലിന്റെ മനസ്സിൽ ചേട്ടന്റെ ഫേസ് ആയിരുന്നു നമ്മൾ തന്നെ എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യം എനിക്ക് കോമഡി ഷോ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആ സമയത്ത് വരെ ചെയ്യുന്ന ഒന്നും ഗെയിം ഷോസോ ഇതൊക്കെയാണ്. അപ്പൊ ആ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മിഥുൻരാജ് വേറെ ആരെങ്കിലും വെച്ച് ചെയ്യുന്നതല്ലേ നല്ലത്, ഞാൻ ഇതിന് പറ്റുമോ? ഞാൻ പറഞ്ഞു നമുക്ക് സുരാജേട്ടനെയൊക്കെ വെച്ച് ചെയ്തേനാണ് നല്ലതായിരിക്കും എന്നൊക്കെ അന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പോ പുള്ളി പറഞ്ഞില്ലല്ലോ, എനിക്ക് നിങ്ങൾ മതി, നിങ്ങളാണ് വേണ്ടത്, വേറെ ഇതില്ല. അപ്പം അന്ന് കളിയാക്കി പറയാറ്, എനിക്ക് നിങ്ങൾ മതി, കാരണം വേറെ ആരെയും എനിക്ക് ഈ റേറ്റിന് കിട്ടൂല. അപ്പൊ ഞാൻ പറഞ്ഞു ആ കൊള്ളാം ഇനി. അപ്പോ അങ്ങനെ നമ്മൾ തുടങ്ങി വെച്ച് പിന്നെ ഞാൻ പറഞ്ഞു ഇതൊരു ഈ ഷോസിന്റെ സക്സസ് എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര ഗംഭീര ഷോസ് ആണല്ലോ, ഇപ്പം ഭയങ്കര ഫോമാറ്റ്സിലും ഒക്കെയാണല്ലോ പറഞ്ഞത്. ഇത് സക്സസ് എന്ന് പറയുന്നത് ജനം ഏറ്റെടുക്കുന്ന പോലെയാണ്. അത് ജനം ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ട് ഇതെല്ലാം നമ്മൾ ഭയങ്കര ഒരു സക്സസ് സ്റ്റോറി ആയിട്ട് പറയാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ ചർച്ച പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പൊ ജനം ഏറ്റെടുക്കുന്ന രണ്ട് ഒന്ന് റേറ്റിംഗ് കൂടുമ്പോ ഓഫ് കോഴ്സ് ജനങ്ങൾ ഏറ്റെടുക്കും, അല്ലെങ്കിൽ ആങ്കറിന്റെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് കാണിച്ച ഒരു ഷോ ആണ്. കാരണം ഇത് ചേട്ടൻ ആര് വന്നാലും കെട്ടിപ്പിടിക്കുകയും ചിരിക്കുകയും അവർ ഇമോഷൻസിൽ പങ്കുചേരുകയും അവർ ചിരിക്കാനാണെങ്കിൽ എല്ലാം. ഇപ്പം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇസ് ആങ്കറിങ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ആക്ടിങ്. നമ്മളെ എല്ലാ ഇമോഷൻസ് ഇപ്പൊ നമുക്ക് അവിടെ ദേഷ്യം വന്നാലും കടിച്ചമർത്തി വീട്ടിൽ വഴക്കുണ്ടാക്കിട്ട് വന്നിട്ട് ഇന്ന് നമ്മൾ മറ്റേ ആങ്കറിങ്ങിന് പൈസ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ദേഷ്യത്തിലേ സംസാരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? പെട്ടെന്ന് നമ്മുടെ ഫേസിൽ ഇങ്ങനെ എക്സ്പ്രഷൻസ് ചേഞ്ച് ചെയ്ത്. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എവിടെയോ ഇത് നിൽക്കുമ്പോ എനിക്ക് ഇതേപോലെ കോള് വന്നിട്ടുണ്ട്. എന്തായിരുന്നു എന്തോ ഒരു ഇതേപോലെ ഒരു നമുക്ക് വളരെ അടുപ്പമുള്ള ഒരാൾക്ക് എന്തോ പ്രശ്നം പറ്റിയിരുന്നു. പക്ഷെ ഷോ ഹാസ് ടു ഗോ ഓൺ. നമ്മളിപ്പോ അത് കാരണം അയ്യോ എനിക്കിപ്പോ പോയേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഷോ ആൻഡ് ഗോ, അത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു ഷോയിലേക്ക് ഇപ്പൊ ഈ സാധാരണക്കാര് വരുമ്പത്തേനും അവരോട് സംസാരിക്കുമ്പോഴായാലും മിഥുൻ ചേട്ടനെ പറ്റി പറയാൻ അവർക്കൊക്കെ 100 നാവുകളാ. ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും അങ്ങനെ മിഥുൻ ചേട്ടൻ അങ്ങനത്തെ ലെവലിൽ കാണുമ്പോൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലുക, അതൊക്കെ അത് ഒരു ആക്ടിങ് അല്ല, അത് ഒരു നമ്മുടെ ഇറങ്ങി ചെല്ലാറുന്നില്ല. എല്ലാവരും നമ്മളത് ഈ ഇറങ്ങി ചെല്ലുക എന്നുള്ളതേ ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ അവിടെ തന്നെയാണല്ലോ ഈ പറയുന്ന. ഞാനതാ പറഞ്ഞത്, ഇപ്പൊ എന്നെ നമ്മളിപ്പോ ഇവിടുന്ന് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സ്പേസിൽ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, ഞാൻ അവിടെ ഇരുന്ന് ഇന്റർവ്യൂ ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ഞാനവിടെ റേഡിയോയിൽ ഇപ്പം നാളെ ഇപ്പൊ എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇതിന്റെ പ്രൊമോഷനാണ്, ബ്രൊമാൻസിന്റെ പ്രൊമോഷനാണ്. നാളെ വൈകുന്നേരം ബ്രൊമാൻസിന്റെ ടീം വരുന്നുണ്ട്, അവരുടെ ഇന്റർവ്യൂ ഉണ്ട്. അപ്പം ഞാൻ അപ്പുറത്തായിരിക്കുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ ഈ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നിട്ടുണ്ടല്ലോ. ആദ്യമായിട്ട് ഈ സ്റ്റേജിൽ ഇങ്ങനെ കയറി നിന്ന് ഇത്രയും ലൈറ്റും ക്യാമറയും കണ്ട് ഞാൻ നിന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കത് നമ്മൾ റിലേറ്റ് ചെയ്യുന്നതാണ്. ഇത് പേഴ്സണലൈസ് ചെയ്തതിനാൽ ഏതാണ്ട് എല്ലാവർക്കും അത് കിട്ടുന്ന എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇമോഷണൽ ആക്കിയ ഒരു സ്റ്റേജ് ഷോ ഉണ്ടോ എപ്പോഴും? അത് ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. ഇഷ്ടം പോലെ ഒരെണ്ണമല്ല, ഒരുപാട് സ്റ്റേജ് ഷോസിൽ കുറെ ഇമോഷണൽ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും. പെട്ടെന്ന് ഓർത്തിരിക്കുന്ന ഒരു സ്റ്റേജ് എനിക്ക് ആ മറ്റേ ഒന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മണി താമരയുടെ ഷോയൊക്കെ എനിക്കിപ്പോഴും അത് മനസ്സിലിങ്ങനെ നിൽക്കുന്നതാണ്. നമ്മുടെ ഇവരുടെ ഞാൻ പറഞ്ഞ ഈവൻ പാട്ടുകാർ ഒരുപാട് പേര് അവിടെ വന്നിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തതൊക്കെ ഇപ്പൊ ഞാൻ പിന്നീട് ടി വിയിൽ കാണുമ്പോഴായിരിക്കും ഇതിങ്ങനെ ഒരു മൊമെന്റ് അവിടെ നമ്മൾ ചെയ്തു എന്നുള്ളത് ഓർമ്മ വരുന്നത്. അത് അവിടെ നമുക്ക് വളരെ നോൺ ഇമ്പൾസീവ് ആയിട്ട് ചെയ്തു പോയ കാര്യമായിരിക്കും. പിന്നീട് ആൾക്കാർ മറ്റേ റീലായിട്ട് എടുത്തുമ്പോഴേ കാണാറുണ്ട്. കൊല്ലത്തുനിന്ന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ പാട്ട് പാടുന്ന സമയത്ത് ചേട്ടൻ ഇതേപോലെ ചേട്ടന് എന്താന്ന് വെച്ചാൽ അത് വളരെ സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ പലപ്പോഴും ചില ആൾക്കാരൊക്കെ നന്നായിട്ട് പാടുന്നത് ചിലപ്പോൾ ഒരു ഇച്ചിരി മദ്യം ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി അവരുടെ ഒരു കറജ്, അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സേഫ് സോണിലായിരിക്കുമ്പോൾ അവർ ഈ ക്യാമറ ഇതൊക്കെ വരുമ്പോൾ അവർക്ക് പഴയതുപോലെ ചിലപ്പം പാടാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താല് ഒന്ന് കൂടെ പിടിച്ച് നിർത്തിയാൽ പാടും. അപ്പൊ ഞാൻ വികാര നോക്കുകയുമായി എന്ന് പറഞ്ഞ പാട്ട് ആ ചേട്ടൻ പാടും, അസലായിട്ട് പാടും. പക്ഷെ പുള്ളി ഒരു സ്റ്റേജ് എത്തിയപ്പോൾ പുള്ളിക്ക് പാടാൻ പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞ് നിർത്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏട്ടാ പാടി കുഴപ്പമില്ല, അത് പോകുന്നു. ഇത് കണ്ടപ്പോഴേ ഇത് ഞാൻ ചെയ്തതായിട്ട് എനിക്ക് ഓർമ്മ തന്നെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇത് ചെയ്തതിന് എന്തെങ്കിലും ഗുണമുണ്ടായോ ദോഷം ഉണ്ടായോ എന്ന് എനിക്ക് ആ സമയത്ത് അറിയില്ല. അപ്പൊ ഞാൻ ചേട്ടാ പാടിക്കോ എന്നുള്ളത് പറഞ്ഞ് കൂടെ നിന്നേ ഉള്ളൂ. പക്ഷെ അതൊക്കെ കാണുമ്പോൾ എപ്പോഴും ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരുപാട് കൊച്ചു കുട്ടികളുടെയൊക്കെ കാര്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഒരുപാട് പേരുമായിട്ട് അവരും അവരുടെ ഫാമിലിയൊക്കെ ഇപ്പോഴും ഇൻ ടച്ചാണ്. അപ്പൊ അത്
പിന്നീട് ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ നിന്ന് ആലോചിക്കുമ്പോ അന്ന് ചെയ്ത അത് കുറച്ചും കൂടെ ബെറ്റർ ആയിക്കായിരുന്നു പോലെ എല്ലാം കാണുമ്പോ ഞാൻ മിക്കവാറും ഈ പറയുന്ന പോലെ എന്റെ ഷോ കാണാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ്. ഞാൻ എന്റെ ഷോ കാണുന്ന സമയത്ത് ചിലത് എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ള 1-2 ഷോസ് ഉണ്ട്. പക്ഷേ ചിലത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവിടെ ഇത്രയും ബഹളം വെക്കണ്ടായിരുന്നു, ഇവിടെ ഇത് ഇങ്ങനെ ചെയ്തത് മോശമായി എന്നൊക്കെ പറഞ്ഞിട്ട് തോന്നാറുണ്ട്. അപ്പൊ എനിക്ക് പലപ്പോഴും ചിലതൊക്കെ, കാരണം ആ സമയത്തെ ഓഡിയൻസിനെ ഇളക്കാനും ഒക്കെ വേണ്ടി ചെയ്യണല്ലേ. ഇപ്പൊ എല്ലാരും പറയാറില്ലേ ഈ ചോദിച്ചു വാങ്ങിക്കേണ്ടതുണ്ടോ കൈയടി എന്ന് പറഞ്ഞിട്ട്. ചില സമയം ചോദിച്ചാലേ തരുള്ളൂ, അല്ലെ ആരും കൈയടിക്കുന്നില്ല. അപ്പൊ പിന്നെ ചോദിച്ചു വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് ചിലപ്പം ചെറിയ ക്രിഞ്ചൊക്കെ ഫീൽ ചെയ്യും നമ്മൾ രണ്ടാമത് കാണുമ്പോഴേക്കും. ചെറിയ ക്രിഞ്ച് ഫീൽ ചെയ്യും. ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ തോന്നിയെന്ന് വരില്ല. ആസ് എൻ ആങ്കർ, ഒരു ആങ്കറിന് കൊടുക്കേണ്ട ഒരു 3 ടിപ്പ് എന്തായിരിക്കും മിഥുൻ ചേട്ടാ? ഞാൻ ആദ്യം പറഞ്ഞ തന്നെയാണ് ഈ ടിപ്പ്. അങ്ങനെ പറയല്ല, ഞാൻ എല്ലായിടത്തും പറയണല്ലേ, അവരവരായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. വേറൊരാളുടെ സാധനം എടുത്താൽ നമുക്ക് എന്തായിരുന്നാലും യു വിൽ ഫോൾ ഫ്ലാറ്റ് വൺ ഡേ. ഒരു സമയം കഴിഞ്ഞാൽ നമുക്ക് അത് എല്ലായ്പ്പോഴും പിടിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. നമുക്കത് കയ്യിൽ നിന്ന് പോകും, ഉറപ്പായിട്ടും കയ്യിൽ നിന്ന് പോകും. പിന്നെ 2 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമുക്ക് ഈ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അറിവില്ല, ഇത് ചിലപ്പം ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യുന്നതും ആവും, ചിലപ്പോൾ നമ്മളെക്കാൾ നല്ല ആങ്കർ ചിലപ്പോൾ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ ഷോ അല്ല എന്നുള്ളതാണ്. നമ്മൾ ആ ഷോയിന്റെ ഒരു ഭാഗമാണ്. ഡോണ്ട് മേക്ക് ഇറ്റ് അബൌട്ട് യുവർ സെൽഫ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലവരും എനിക്ക് ആദ്യമായി അവരെ കണ്ട ഓർമ്മയെന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതല്ലല്ലോ. നമ്മൾ വന്നേക്കുന്ന കാര്യം വേറൊരു ഇതിനാണെന്നുള്ളത് വെച്ചിട്ടും ഇത് പ്രസന്റിങ് അല്ലേ. അപ്പൊ നമ്മുടെ റോള് ഡിഫൈൻ ചെയ്ത് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഒരു അൺഡ്യൂ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്കില്ല. നമുക്ക് സ്വയം തോന്നുന്നതാണ് നമ്മൾ ഭയങ്കര സംഭവമാണെന്നുള്ളത്. നമ്മൾ അത്രയും സംഭവമൊന്നുമല്ല. നമുക്ക് അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നത്. ഇപ്പം പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആങ്കറിംഗ് എന്ന ഫീൽഡിലേക്ക് അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ പഠിപ്പിക്കാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ ഉണ്ട്. ആങ്കറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഞാൻ പറഞ്ഞത് വെച്ചാൽ മറ്റ് ടാലന്റുകൾ പോലല്ല എനിക്ക് തോന്നിയിട്ടുണ്ട് ആങ്കറിംഗ് എന്ന് പറയുന്നത്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് സൗണ്ട് മോഡുലേഷൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഈ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമുക്കൊക്കെ ഞാൻ പറയണമെന്ന് വെച്ചാൽ അതൊന്നും ഇപ്പോഴും പെർഫെക്റ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും നമ്മളിങ്ങനെ ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ഓരോ സ്റ്റേജിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർക്ക് പക്ഷേ എത്രയോ സ്റ്റേജ് അവർക്ക് ചെയ്ത എക്സ്പീരിയൻസിലായിരിക്കും അവർ ആദ്യമായിട്ട് ആങ്കർ ചെയ്യാൻ വരിക. കാരണം അങ്ങനെ പഠിക്കാൻ പോകുമ്പോൾ ഉള്ളൊരു ഗുണം അതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും ഇതുള്ളത് കൊണ്ട് ഒരു നെക്സസ് ബിൽഡ് ചെയ്യും, ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടും, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. മനസ്സിലായില്ലേ? ആൻഡ് ഇപ്പം ദുബായ് ആണ് ലൈഫ് സ്റ്റൈൽ എല്ലാം കംപ്ലീറ്റ്ലി ദുബായ്. ഇവിടെ ഒരു വെക്കേഷൻ പോലെയാണ് മിഥുൻ ചേട്ടൻ വന്നു പോകുന്നത്. ഞാൻ കേട്ടിട്ട് ഏറ്റവും കൂടുതൽ ഫ്ലൈറ്റ് ചാറ്റ് ചെയ്യുന്നത് മിഥുൻ ചേട്ടനാണ്. ഷിഫ്റ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ഇപ്പൊ നല്ല പരിചയമായി. എയർപോർട്ടിൽ 2 തവണ ചെക്കിനിലൊക്കെ കയറി ഇരിക്കാറായി. അതില് ഞാൻ ഒരു കമന്റ്, മിഥുൻ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്ന കമന്റ് ആണ്. വൺസ് ഞാൻ മിഥുനെ കാണാനിടയെ എയർപോർട്ടിൽ വെച്ച് ആള് ഭയങ്കര ടയേർഡായിരുന്നു, ഓടിപ്പോവാ. പക്ഷെ എന്നാലും ആള് ഞാൻ പോണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. പക്ഷെ ഞാൻ പോയി കഴിഞ്ഞപ്പം ആൾ ഇതുപോലെ തന്നെ ചിരിച്ച് ഹഗ് ചെയ്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ട് പോയ. അത് ആർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ്. ഒരു കമന്റ് ആളിങ്ങനെ പാരഗ്രാഫ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഞാനിപ്പോ ഷോർട്ട് ടൈം ചെയ്തതാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് മിഥുൻ ചേട്ടന്റെ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നമ്മളിത് ആഗ്രഹിച്ച് നേടിയതല്ലേ. ഇത് സത്യം പറഞ്ഞത് ഷാറുഖ് ഖാൻ പറഞ്ഞതാണ് കേട്ടോ, നമ്മള് പറയണല്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ ചോദിച്ചേ എന്ന് വെച്ചാല് നിങ്ങൾ പാനിപൂരി മിസ് ചെയ്യുന്നില്ലേ, നിങ്ങൾ മറ്റേ റോഡ് സൈഡിൽ പോയിട്ട് പാവഭാജി ഇല്ല, ഞാൻ അതൊന്നും മിസ് ചെയ്യുന്നില്ല, ഞാൻ ഇതെല്ലാം ആഗ്രഹിച്ച് കിട്ടിയതാണ് എന്ന് പുള്ളി പറയണത് പോലെ. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതല്ലേ. അപ്പം ആ ആഗ്രഹങ്ങൾക്ക് മുമ്പേ നമ്മൾ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ പറഞ്ഞവരുടെ ഒക്കെ നമ്മൾ പറയും പോയിട്ടില്ലേ, ഒരു ഫോട്ടോ കിട്ടാൻ നമ്മൾ ഇവരുടെ അടുത്തൊന്ന് സംസാരിക്കാനൊക്കെ പോയിട്ടുള്ളപ്പോ നമുക്ക് അവര് നമ്മളെ ഇഗ്നോർ ചെയ്തിട്ടുള്ളപ്പോ നമുക്ക് എന്തായിരുന്നു ഫീൽ ചെയ്തിട്ടുള്ളത്? നമുക്കത് ഭയങ്കര വിഷമവും ഒരു ദിവസത്തെങ്കിലും നമുക്ക് അവരുടെ ദേഷ്യമൊക്കെ തോന്നാറില്ലേ അടുത്ത നമ്മളെ കാണുന്നവരെങ്കിൽ. ഞാൻ പറഞ്ഞത് വെച്ചാൽ അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ ഒരു മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളാൽ കഴിയുന്നതാണെങ്കിൽ അത് ചെയ്യണം എന്നാണ്. ചിഞ്ചു അംഗീകരിക്കില്ല, പക്ഷെ വൈഫ് അംഗീകരിക്കില്ല. ആൻഡ് ഫൈനലി എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ കാലഘട്ടം ടെക്നോളജി അപ്ഡേറ്റഡ് ആണ്. അപ്പം ചേട്ടന് ഒരു കുട്ടിയുണ്ട് തൻവി അല്ലേ. അപ്പൊ തൻവിയുടെ ലൈഫ് സ്റ്റൈൽ മൊത്തം ദുബായ് ബേസ്ഡ് ആയിരിക്കും. കംപ്ലീറ്റ്ലി ഭയങ്കര ബോർഡായിട്ട് ചിന്താഗതി ആയിരിക്കും, ബോൾഡ് ആയിരിക്കും. സോ ആ ഒരു പേരന്റിങ് എങ്ങനെയാണ് ഈ ഒരു തിരക്കിന്റെ ഇടയ്ക്ക് നടക്കുന്നത്? നടക്കുന്നില്ല. ഇല്ല, ഈ ഒരു ടീനേജ് വരെയൊക്കെ നമുക്ക് പാരന്റിംഗ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അവള് 15 ആയി. അപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവരുടെ തീരുമാനങ്ങൾ
നമ്മൾ ആ തീരുമാനങ്ങളിൽ ഇടപെടാതെ എങ്ങനെ പോവാന്ന് നോക്കുന്നത് എന്നുള്ളത്. ഇല്ല ശരിക്കും ഞാൻ പറഞ്ഞേ വി ഹവ് നോട്ട്, നമ്മളിപ്പോ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോ നമ്മൾ ഗ്രേഡ്സിന്റെയും മാർക്കിന്റെയും കാര്യത്തിൽ ഇപ്പൊ 10 ആയല്ലോ. അപ്പൊ അതുകൊണ്ട് തൊട്ട് നമ്മൾ ഭയങ്കര കൺസേൺഡ് ആയി തുടങ്ങി. അവിടെ ഇതാണ് IGCSE ആണ്, നമ്മുടെ O levels ആണ്. അപ്പൊ അതുകൊണ്ട് 10 പക്ഷേ ഒരു പോയിന്റ് ആണ്. അതായത് അവർക്ക് പുതിയതായിട്ട് മറ്റേ ഇതൊക്കെ വരുന്ന സമയമാണ്, ഫസ്റ്റ് എക്സാംസ് ഒക്കെ ഇത് ചെയ്ത് വരുന്ന സമയമാണ്, ബോർഡ്സ് എന്ന് പറയുന്ന എക്സാംസ് ഒക്കെ വരുന്ന സമയം. അപ്പോ അതുകൊണ്ട് അതൊരു ഇച്ചിരി പേടിയുള്ള പോയിന്റ് ആണ്. ഈ പറയുന്ന പോലെ നമ്മൾ ഒരിക്കലും അവളെ അങ്ങനെ പഠിക്കാൻ പ്രഷറൈസ് ചെയ്തിട്ടില്ല, നമ്മൾ അങ്ങനെ ഭയങ്കരമായി ഇത് ചെയ്തിട്ടില്ല. നമ്മൾ രണ്ടുപേരും പഠിച്ച സ്ഥലത്തല്ല നമ്മൾ ഇത് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടൊക്കെ തന്നെ നമ്മൾ അങ്ങനെ ഒരു സാധനത്തിനൊന്നും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ആൻഡ് നമ്മൾ ശരിക്കും തന്മിക്ക് വീഡിയോസിൽ വരുന്നത് വളരെ ചുരുക്കേ വരുള്ളൂ. നേരത്തെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഇപ്പം ഒന്ന് വലുതായി കഴിഞ്ഞപ്പോ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ മറ്റേ കഥയിൽ ഇവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മളെ വിളിക്കണം. അപ്പം വിളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ടെന്നുള്ളത് റെമ്യൂണറേഷൻ കുറച്ച് ഹൈ ആണ്. അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ പാരന്റിങ് ആസ് സച്ച് ഐ ഡോണ്ട് നോ. നമ്മൾ വി ഹാവ് നെവർ തോട്ട് ഓഫ് ഇറ്റ് ആസ് പാരന്റിങ് ആക്ച്വലി. ചില സമയത്ത് ചിഞ്ചു ചീത്ത വിളിക്കും, ഞാൻ പോയി സമാധാനിപ്പിക്കും. ചില സമയത്ത് 100% ഞാൻ മറ്റേ വിസിറ്റിംഗ് പേരന്റ് ആണല്ലോ. ഞാൻ ഈ വീക്കെൻഡ് പോവുകയും ഒക്കെ ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ അല്ല പുള്ളിക്കാരി തന്നെയാണ്. ഞാൻ മറ്റേ മാക്സിമം മറ്റേ സമ്മാനങ്ങളുമായിട്ട് വരുന്ന അങ്കിളാണ് ഞാൻ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ബാഗിൽ വെക്കുന്ന സാധനങ്ങൾ ഇപ്പൊ മറ്റേ കൂടുതൽ മറ്റേ ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ബാഗിൽ ഞാൻ ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. മിക്കവാറും ഈ പറഞ്ഞല്ലേ കൊറിയറാണ് ഞാൻ ചില സമയത്ത്. ഈ മിക്കവാറും അവിടെ നിന്നുള്ള ആൾക്കാർ പറയും എല്ലാ ആഴ്ചയും പോകണമെന്ന് അറിയാവുന്നതുകൊണ്ട് ഈ നോ പറയാൻ പറ്റാത്തത് കൂടി മിക്കവാറും ഒരു കൊറിയറാണ് ഞാൻ. പലരുടെയും മറ്റേ ഡ്രസ്സുകളും സാധനങ്ങളും ഒക്കെ ഇവിടെ ഇത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് ഒരുപാട് നേരം ചേട്ടനോട് സംസാരിക്കാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ആസ് ആൻ ആങ്കർ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ 21 years ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ദുബായിൽ കയറിയില്ലെങ്കിൽ ഇൻ വിച്ച് പൊസിഷൻ, ഏത് പൊസിഷനിലും മിഥുൻ ചേട്ടനെ കണ്ടാനെ? ഞാൻ പറയുന്നത് ഐ വുഡ് ബി ഇൻ മീഡിയ എനിവേ. അത് ഏത് പൊസിഷനിൽ എനിക്ക് അറിഞ്ഞൂടാ. കാരണം അത് ഡിപ്പെൻഡ്സ് ഓൺ സക്സസ്. ഇപ്പൊ നമ്മൾ സക്സസ്ഫുൾ അല്ലെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലും ഇല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതേ കാര്യം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമ്മള് ആ സക്സസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഇത് പറയാൻ പറ്റുന്നതാണ്. പക്ഷെ ഞാൻ മീഡിയ തന്നെ ആയിരിക്കും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതായിരുന്നു. ഞാൻ അന്ന് നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലാണ് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് മീഡിയ എന്ന് പറഞ്ഞുള്ള സിനിമ എന്നേ അറിയായിരുന്നുള്ളൂ. ഇപ്പം അങ്ങനെ അറിയുമ്പോൾ അറിയാം ഇത് മീഡിയയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഈ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ 21 years കഴിഞ്ഞപ്പോൾ വന്ന ഒരു കാലഘട്ടത്തിന് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് നീഡ് എ പ്ലാറ്റ്ഫോം, വി കൻ ക്രിയേറ്റ് എ പ്ലാറ്റ്ഫോം ഓഫ് അവർ ഓൺ. സോ ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പാടല്ലേ. അതെപ്പോഴും അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ ബേസിലേ നമുക്ക് ക്രിയേറ്റിവിറ്റി അറിയുള്ളൂ. ആ ക്രിയേറ്റിവിറ്റി ആൾക്കാരിൽ എത്രത്തോളം സ്പാർക്ക് ചെയ്യും, അല്ലെങ്കിൽ ആൾക്കാരിൽ എത്രത്തോളം കിക്കാവും അല്ലെങ്കിൽ ഇതാവുന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി അതിനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയാലാണ് നമ്മൾ അവിടെ നിൽക്കുക. അതാണ് മീഡിയ. അപ്പൊ അത് നേരത്തെ പറഞ്ഞോട്ടെ, ഇപ്പൊ ഒരു ആവശ്യത്തിലേറെ ഇതുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ബട്ട് ഹൗ യു ആക്ച്വലി ബി ഇൻ ദം, ഹൗ യു ബി റെലവന്റ് ഇൻ ദം is something that you have to decide for yourself. Okay. ഇപ്പം ഞാൻ പെട്ടെന്ന് ഇപ്പൊ മൈൻഡിൽ വന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ മറന്നു. പെട്ടെന്നായിരുന്നു ഒരു രോഗം വന്നത്. അത് പക്ഷെ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന മാറി. അതിൽ ഏറ്റവും എനിക്ക് ഭാര്യ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, ഭാര്യയുടെ ഒരു വില മറ്റു കപ്പിൾസിന് കാണിച്ചു കൊടുത്ത ഒരു ദമ്പതികളും കൂടെ ആയിരുന്നു നിങ്ങൾ രണ്ടുപേരും. അതെ, മൊട്ടയടിച്ചത്. ഇത്രയും പെട്ടെന്ന് മാറുന്ന അസുഖമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യൂലായിരുന്നു. അപ്പൊ ഞാനെപ്പോഴും കളിയാക്കി പറഞ്ഞു, നീ വിചാരിച്ചില്ലല്ലേ ഇത് ഇത്ര പെട്ടെന്ന് മാറുന്നു. അപ്പൊ അതുകൊണ്ട് പക്ഷെ എനിക്കൊരു വേറെ ഒരു 10-15 നേർച്ച വെച്ചിട്ടുണ്ട്. ഞാൻ സ്കിപ്പ് അടിച്ച് നടക്കാണ്. എനിക്ക് പറഞ്ഞ ഞാന് എന്നെ എവിടെയൊക്കെ കൊണ്ട് ഉരുട്ടേണ്ടതൊക്കെ ഉണ്ട്. ഇനിയിപ്പോ ഞാൻ അവിടെയൊക്കെ മറ്റേ ഷൂട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കുകയാണ്. കാരണം ഞാൻ പറഞ്ഞ വിശ്വാസങ്ങൾ എന്റെ രീതി കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷെ ലക്ഷ്മി ഭയങ്കര വിശ്വാസമുള്ള ആളാണ്. ലക്ഷ്മിയുടെ അമ്മയും ഒക്കെ ഭയങ്കരമായി വിശ്വാസങ്ങളുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യവും ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ മറ്റേ ദൈവമായിട്ടുള്ള ബന്ധം കുറച്ചുകൂടി പേഴ്സണൽ ആണ് എനിക്ക് കുറച്ചുകൂടി. അപ്പൊ നമ്മൾ മറ്റേ കൊടുക്കൽ വാങ്ങലുകൾ കുറവാണ്. അതുകൊണ്ട് പക്ഷെ
അവിടെ അങ്ങനത്തെ വിശ്വാസമുണ്ട്. ഞാൻ ഒരിക്കൽ നമ്മുടെ ഇതില് നമ്മുടെ ഒരു ഓഫീസിലുള്ളൊരു ഫ്രണ്ട് ഒരാളുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഭയങ്കര ഒരു കോർപ്പറേറ്റ് ഒരു ഇഷ്യൂ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ വീട്ടിൽ ഞാൻ ഇച്ചിരി മറ്റേ സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഉടൻ തന്നെ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അവനൊരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സമാധാനത്തിന് ഒരു പൂജ ചെയ്തേക്കാന്ന് പറഞ്ഞു. ഞാൻ നെക്സ്റ്റ് ഡേ അവിടെ ചെല്ലുമ്പോൾ അയാളുടെ ജോലി പോയി. ഞാൻ പറഞ്ഞു അമ്മ ചെയ്ത ആ പൂജ ചെയ്താന്നൊന്ന് പറഞ്ഞു തരും. വേറെ 2-3 പേരും കൂടി ഉണ്ട് തരാം. പാത്വേ തെളിക്കാനുണ്ടെന്നൊക്കെ. കുറച്ച് 2-3 പേരും കൂടി ഞാൻ അവരുടെ പേരുകൾ തരാം. ഇല്ല ഞാൻ പറഞ്ഞ അത്രയും വിശ്വാസങ്ങളുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും അങ്ങനെ കണക്കാക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ ഒരു ആരോഗ്യ പ്രശ്നം വന്നപ്പം ഫസ്റ്റ് ഏറ്റവും ഇഷ്ടമുള്ള മുടി കളയാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോഴും വളർന്നിട്ടില്ല, 2 തവണ എക്സ്റ്റൻഷൻ വെച്ചിട്ട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്.